ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു കൂന്തൽ കറി തയ്യാറാക്കാം. ആദ്യം തന്നെ കൂന്തൽ നന്നായി കഴുകി വൃത്തിയാക്കി വെക്കാം. ഇനി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവാള, 1 തക്കാളി, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ചൂടായ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചൂടായതിനു ശേഷം സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം മാറി വരുമ്പോൾ ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മീൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണം മാറും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അരമുറി തേങ്ങയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ പൊടിപ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. മസാലകൾ ഈ മീനിലേക്ക് പിടിക്കത്തക്ക വിധം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ മീൻ നന്നായി വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് പൊടിച്ചെടുത്ത 2 സ്പൂൺ മല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ കൂന്തൽ കറി തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.